അപ്പോൾ പിതാവ് പറഞ്ഞ പോലെ ഒരു 6-7 ദിവസം മുമ്പ് എന്നെ പിതാവ് വിളിച്ചു, CBCI വിളിച്ചു. ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു. ഒരു 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 റിക്വസ്റ്റ് ഞങ്ങളുടെ അടുത്ത് എത്തി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിനെ പരിഹരിക്കാനും ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിതാവ് പറഞ്ഞ പോലെ മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു, ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയും. എന്താണ് അവിടെ നടന്നത്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് എല്ലാം കുറച്ചൊരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സ് ആണ്. ഈ കൺവേർഷനും ഈ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സ് ആണ്. അവിടെ ഛത്തീസ്ഗഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, 1967 അവിടെ പാസ് ചെയ്തൊരു ബില്ലുണ്ട്, ആൻറ്റി കൺവേർഷൻ ബിൽ. അത് BJP വരുന്ന മുമ്പ്, BJP 1980 ഫോം ചെയ്തത്. അതൊരു പഴയ ബില്ലാണ്. അവിടെ അതൊരു നിയമമാണ്. അത് നിയമം പാലിക്കണം എന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ആഗ്രഹം, അവരുടെ ഒരു റിക്വയർമെൻറ്റ്. അതുകൊണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവിടുന്ന് പോകുന്ന കുട്ടികളോ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവുകയാണെങ്കിലും അവർ ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. അത് കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നടന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക. അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിഞ്ഞാന്ന് കണ്ടതാണ്, ഒരു ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജ് തന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്ററാണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു, മിഞ്ഞാന്നും പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. ചിലർ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്, ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക. ഇതൊന്നും ഒരു ആവശ്യമില്ല. കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി, ഒരു നിയമപര ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നടക്കണം. അതിനെ കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് ഞാൻ ഇന്നലെ ഞാൻ അഭ്യർത്ഥിച്ചത്. അത് മറ്റൊരു കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ കഴിയട്ടെ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിനെ ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.